നമ്മളിപ്പോൾ നിൽക്കുന്നത് തണൽ എന്ന വയോജനാശ്രയ കേന്ദ്രത്തിന്റെ മുന്നിലാണ്. ഇന്ന് നമുക്ക് ഇവിടെയുള്ള അന്തേവാസികളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പ്രളയബാധിതരിൽ അർഹരായ ഒരാൾക്ക് പോലും സർക്കാർ സഹായം കിട്ടാതെ ഇരിക്കില്ലെന്ന് അധികൃതർ. വീട് നഷ്ടമായവർക്കുള്ള പണം അടുത്ത ദിവസങ്ങളിൽ തന്നെ നൽകുമെന്ന്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവരിൽ നിന്ന് തുടങ്ങാം. എന്താ അപ്പച്ചന്റെ പേര്? എന്റെ പേര് ജോസഫ് എന്നാ. എവിടെ അപ്പച്ചന്റെ സ്ഥലം? എന്തിനാ ഇത് ജീവി പിടിക്കാനാണ്? വേണ്ട വേണ്ട. അതിനെന്താ അപ്പച്ച, നല്ലതല്ലേ? കർത്താവേ, വേണ്ട മക്കളെ വേണ്ട. എല്ലാരും കാണുന്നതല്ലേ? അതാ കുഴപ്പം. ഞാൻ വല്ലതും പറയണം, അവരത് കാണണം, പിന്നെ പുകില് വേറെ തന്നെ. എന്റെ കർത്താവേ, വേണ്ടേ വേണ്ട. അപ്പൊ മക്കളെല്ലാം പ്രശ്നക്കാരാണല്ലേ? എന്റെ പൊന്നു മോളെ, അവരെല്ലാം നല്ലവരാ, പാവത്തുങ്ങളാ. ഞാൻ മാത്രമേ ഉള്ളൂ കുഴപ്പക്കാരൻ. ജീവി പിടിക്കല്ലേ ഇത്. ഞാനിവിടെ കാണാൻ ജീവിച്ചു പോട്ടു. ശരി, എങ്കിൽ പിടിക്കുന്നില്ല കേട്ടോ. വിഷമിക്കണ്ടാട്ടോ. എന്തോ പേര്? ശശിന്നാ. എവിടെയാ സ്ഥലം? അങ്ങ് കുട്ടനാടാ. ആഹാ, നല്ല സ്ഥലാണല്ലോ. എന്തായിരുന്നു ജോലി? കൃഷിയാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലങ്ങനെ ആരും ഇല്ല. അച്ഛനും അമ്മ അങ്ങോട്ട് മരിച്ചുപോയി. അപ്പൊ ഭാര്യയും മക്കളും ഒക്കെയോ? സംബന്ധം ഒന്നും കഴിച്ചില്ല. അതെന്താ? അതെ, എല്ലാരും പറയണത് ഞാൻ കൃഷിയെ എന്ന ഒറ്റ വിസാരം കൊണ്ട് സംബന്ധം ചെയ്യാൻ അങ്ങോട്ട് മറന്നു എന്നാ. അപ്പൊ ഇവിടെ എങ്ങനെ എത്തി? അന്ന് നമ്മുടെ നാട്ടില് വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നുല്ലോ. അതിലുണ്ടായിരുന്ന കൂരയും കൃഷിയും എല്ലാം പോയി. ഓ, അപ്പോ സർക്കാരിൽ നിന്ന് വല്ലതും കിട്ടിയോ? ഇല്ലെന്നേ. സർക്കാരിൽ നിന്ന് വല്ലതും കിട്ടാനാ? അതൊക്കെ പറച്ചിലല്ലേ ഉള്ളൂ. ജോണിച്ചായനെ നമ്മളെ നാട്ടിലെ വലിയ പ്രമാണിയാ. അച്ചായനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോ അവിടുത്തെ സ്ഥലവും വീടും ഒക്കെ? ജോണിച്ചായൻ അതിൻ്റെ എല്ലാം അങ്ങ് വാങ്ങി, കുറച്ച് പണവും തന്ന് ഇവിടെ കൊണ്ടുവന്നാക്കി. ഇവിടെ എങ്ങനെയാ, സുഖാണോ? ഓ, സുഖമൊക്കെ തന്നെ, പക്ഷേ ചുമ്മാണ്ടിരിക്കാൻ വയ്യ. ആ, സാരമില്ല, വയസ്സായില്ലേ, റെസ്റ്റ് എടുക്ക്. ശരി. നിങ്ങൾ ഇങ്ങോട്ട് പോന്നേരെ. അയാളോടൊന്നും ചോദിച്ചിട്ടൊരു കാര്യമില്ല. അയാളൊന്നും പറയുകയില്ല. ഞങ്ങളോട് പോലും അയാളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെയാ നിങ്ങളോട്. കൊച്ചു കുട്ടികളെ നഴ്സറി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവർ കാണിക്കുന്ന വാശിയും നിർബന്ധവുമൊക്കെയാ അയാൾ. ആരോടും മിണ്ടില്ലെന്ന വാശിയിലാ പുള്ളിക്കാരൻ. അപ്പോ
അപ്പോ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയണ്ടേ? തീർച്ചയായിട്ടും. എന്നാ തുടങ്ങാം. ആ ഇരിക്ക്. വേണ്ട, ഞങ്ങൾ നിന്നോളാം. അതെന്താ, ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഏയ് അങ്ങനൊന്നുമില്ല. എന്നാ ഇരിക്ക്. എന്റെ കഥ ഒരുപാട് നീളമുള്ളതാ. നിന്ന കാലൊടി. അപ്പോ സാറിന്റെ പേര് തൊട്ട് തുടങ്ങാം. പേരൊക്കെ നല്ല രസമാ. കുഞ്ഞിക്കുട്ടൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കൊള്ളാം കൊള്ളാം, അടിപൊളിയാ. ആ, എനിക്കറിയാം. എന്റെ ലുക്ക് കണ്ടാൽ വല്ല ശേഖരൻ തമ്പി എന്നോ ജോൺ വർഗീസ് എന്നോ ദാവൂദ് ഇബ്രാഹിം എന്നൊക്കെ തോന്നിയേക്കാം. ആ, ഞാൻ വെറും കുഞ്ഞിക്കുട്ടൻ. അല്ലെങ്കിലും പേരിലെന്താ കാര്യം? ലുക്കിലല്ലേ? എന്റെ യഥാർത്ഥ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അതെന്താ? അതെന്നെ അനാഥാലയത്തിന് മുന്നിൽ ഉപേക്ഷിച്ചു പോയവർക്കല്ലേ അറിയൂ. അപ്പോ സാറ് അനാഥൻ. പേരറിയാത്തത് കൊണ്ട് അനാഥാലയത്തിലുള്ളവർ കുഞ്ഞിക്കുട്ടനെ എന്ന് വിളിച്ചു. ഞാൻ കുഞ്ഞായത് കൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ വിളിച്ചത്. അച്ഛനില്ല, അമ്മയില്ല, ജാതിയില്ല, മതമില്ല, സ്വസ്ഥം. ഇപ്പോഴും അല്ലല്ല, പിന്നെ ഞങ്ങളെപ്പോലെ അനാഥർക്ക് കുടുംബത്തിൽ നിന്നും വിവാഹാലോചനകൾ വരിക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ അനാഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകനും ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു അനാഥ കുട്ടിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും അനാഥരല്ലാതായി. എനിക്ക് ഭാര്യയും മകനും മരുമകളും ചെറുമകനും ഒക്കെയായി. ഇപ്പോൾ അവരൊക്കെ ദൈവത്തിന് തോന്നിക്കാണും അനാഥനെന്നും അനാഥനായിരുന്നാൽ മതിയെന്ന്. അവന് കുടുംബവും കൂട്ടുകുടുംബവും ഒന്നും വേണ്ടെന്ന്. വയ്യാണ്ടായി, ശരീരത്തിനൊന്നും വയ്യ. എൻ്റെ ബിനുക്കുട്ടന് 10 വയസ്സ് പ്രായം. അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പോയി. ആരായി ബിനുക്കുട്ടൻ? മകനല്ലേ? അല്ലല്ല,
മകന്റെ മകൻ, ചെറുമകൻ, കുസൃതി കൂട്ടാൻ, തെമ്മാടി. അവൻ എന്നെ എന്താ വിളിക്കുന്നറിയോ? അപ്പൂപ്പനെന്നല്ല, പിന്നെ കുഞ്ഞനെന്നാ. അങ്ങനെ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങളുടെ കാറും എതിരെ വന്ന ഒരു ടിപ്പർ ലോറിയും എല്ലാം കഴിഞ്ഞു. എന്നെയും എൻ്റെ ബിനുക്കുട്ടനെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊണ്ടുപോയി. ബിനിക്കുട്ടൻ ഇപ്പൊ എവിടെയാ? പട്ടാളത്തിലാ. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പട്ടാളത്തിൽ ചേരണമെന്നത്. എനിക്കിഷ്ടമല്ലായിരുന്നു. ആകപ്പാടെ എനിക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഒരു രക്ഷയില്ല. അവൻ അവന്റെ അച്ഛനെ പോലെ തന്നെ വിചാരിച്ചത് നടന്നു. വാശിക്കാരൻ. 18ാമത്തെ വയസ്സിൽ അവൻ പട്ടാളത്തിൽ ചേർന്നു. ഞാൻ ഒറ്റയ്ക്കായി പോകുന്നും പറഞ്ഞ് വീടും പൂട്ടിയിട്ട് അവൻ എന്നെ ഇവിടെ കൊണ്ടാക്കി. ലീവിന് വരുമ്പോ എന്നെയും കൂട്ടി ഒരു പോക്ക. അവന്റെ ലീവ് തീരുന്നത് വരെ ഞങ്ങൾ അടിച്ചു പൊളിക്കും. പിന്നെ എനിക്ക് അവൻ വരുമ്പോ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരും. ഹലോ, എന്തു പറ്റി? ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. ആ, നമ്മള് എവിടെ വരെ എത്തി? അടിച്ചുപൊളി. അടിച്ചുപൊളി. എന്താ കഥ? നിങ്ങൾക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. അവന്റെ അവസാന ശ്വാസം വരെ മാതൃരാജ്യത്തിന് വേണ്ടി പട്ടപൊരുത്തുമെന്ന വാശിയിലവൻ. അവനെ 18ാമത്തെ വയസ്സിൽ അവന്റെ വാശിക്ക് അവൻ പട്ടാളത്തിൽ ചേർന്നവനാ.
ഇത്തവണ വരുമ്പോ അവനെ പിടിച്ച് കുരുക്കണം. മനസ്സിലായില്ലേ? വിവാഹം കഴിപ്പിക്കാൻ. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് മാറി എന്റെ മക്കളുമായി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ. അല്ല, സാറിന്റെ മോന്റെ ഫോട്ടോ ടി വിയിൽ കാണിക്കുന്നല്ലോ. കുഞ്ഞിക്കുട്ടൻ സാറേ, സാറിന്റെ മോന്റെ ഫോട്ടോ ടി വിയിൽ കാണിക്കുന്നില്ല. എന്റെയോ? എന്താ കാര്യം? എന്താ പറ്റിയ? വീണ്ടും ഞാൻ Ah